കൊച്ചമ്മേ, മുതലാളി എന്തി? അത് എന്നോടാണ് ചോദിക്കുന്നേ. അല്ല കൊച്ചമ്മേ, ഇവിടെ എവിടെയും കാണുന്നില്ല. കൊച്ചമ്മോട് പറഞ്ഞിട്ടാണോ എങ്ങോട്ടെങ്കിലും പോയതെന്ന് അറിയാനാ? അല്ല നന്ദീശ, എന്നും അളിയൻ എവിടെ പോയാലും അളിയന്റെ വാലെ തൂങ്ങി നടക്കുന്നതല്ലേ നീ. അപ്പൊ പിന്നെ നിന്നോട് പറയാതെ അളിയൻ എങ്ങോട്ട് പോകാനാ? അതേ നന്ദീശ, അവന്റെ നിഴല് പോലെ നടക്കുന്നത് നീയാണ്. ദിഗ്വിജയൻ എവിടേക്കാ പോയതെന്ന് ഞങ്ങളാണ് നിന്നോട് ചോദിക്കേണ്ടത്. പറഞ്ഞ പോലെ അവനെവിടെ പോയി? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? എല്ലാം വിചിത്രമായ കാര്യങ്ങളാ. രാവിലെ ഇവിടുന്ന് അമ്പലത്തിൽ തൃശൂലിന്റെ കൂടെ പോയ ശിവാനി ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ പോയി. തിരിച്ചു വന്നപ്പോഴാ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നു. അവൻ വന്നപ്പോ ശിവാനി അമ്പലത്തില്, ശിവാനി വന്നപ്പോ തൃശൂൽ അമ്പലത്തില്. അല്ല, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ നീ വന്ന് അളിയൻ എവിടെയും ചോദിക്കുന്നു. ഇനി കുറച്ചു കഴിഞ്ഞ് അളിയൻ വന്ന് നീ എവിടെ അന്വേഷിക്കോ? ഇന്നലെ ആണെങ്കിൽ ശിവാനി അമ്പലത്തിലേക്ക് പോയിട്ട് വന്നപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടൊട്ട് പറയുന്നുമില്ല. ദിഗ്വിജയനോട് ചോദിച്ചപ്പോ എന്തൊക്കെയോ കഥ പറയുന്നു. എനിക്കാണെങ്കിൽ എന്താ നടക്കുന്നതെന്നൊട്ട് മനസ്സിലാവുന്നുമില്ല. എനിക്കും ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ പേടിയാവുന്നുണ്ട്. ആരോട് ചോദിക്കാനാ? ചോദിച്ചാ തന്നെ വല്ലതും പറയൂ. പേടിയാവുന്നത് എനിക്കാണ്. എന്തെന്നാൽ ദിഗ്വിജയുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത വ്യത്യാസമുണ്ട്. ത്രയംബകം കൊടുത്ത അസ്ത്രം അവിടെ ഇല്ല. ദിഗ്വിജയനെയും കാണുന്നില്ല. എന്റെ മകനെയും മരുമകളെയും കാണാനില്ല. അവൻ കാരണം എന്റെ മകനും മരുമകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാ. ബാബാ, 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 എഴുന്നേൽക്കൂ ബാബാ. ബാബയ്ക്ക് എന്താ പറ്റിയത്? ഇത്രയും കാലം ഒരു കവചം പോലെ എനിക്ക് രക്ഷ നൽകിക്കൊണ്ടിരുന്ന അങ്ങ് മരിച്ചു ബാബാ. ഡോ ഡോ ഡോ, എന്ത് കാര്യമാണ് നീ ചെയ്തത്? നീ ചെയ്ത തെറ്റെന്താണെന്നറിയോ നിനക്ക്? നീ കൊന്നത് ആരെയാണെന്നറിയോ? എന്റെ ശത്രു ആരാണെന്നറിയോ നിനക്ക്? ആര് മരിച്ചു, എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ ഭാര്യയാണ് ശിവാനി. അവളെ കൊല്ലാനായി നിങ്ങൾ വന്നു. എനിക്കത് മാത്രമേ അറിയൂ. എന്റെ ഭാര്യയായ ശിവാനിയെ കൊല്ലാനായി വന്നവൻ മരിച്ചു, അത്രേ ഉള്ളൂ. ഇതാരാണെന്നറിയോ നിനക്ക്? ഇവളാരാണെന്നറിയോ നിനക്ക്? ഇദ്ദേഹം എന്തിനാണ് ഇവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയോ നിനക്ക്? ഇവൾ ഇച്ഛാധാരി നാഗറാണിയാണ് മോന്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ ശരിയെന്ന് വാദിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങൾ വിളമ്പല്ല. എനിക്കറിയാതെ. ശിവാനി, എന്റെ ശിവാനി എനിക്ക് ദേവതയാണച്ചാ. അവളൊരു ദേവതയാ. അവള് ദേവതയൊന്നും അല്ല മോനെ. അവള് രാക്ഷസിയാ, നരക പിശാച്. ഈ ലോകത്തിലെ നിങ്ങളല്ലാതെ മറ്റാരും അവളെ പറ്റി മോശമായിട്ട് ചിത്രീകരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. എന്റെ ശിവാനി എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ നീ എല്ലാം മനസ്സിലാക്കിക്കോളും. എന്നിട്ട് നീ സംസാരിക്ക. എന്ത് കാണാനാണ്? എന്ത് പറയാനാ? എനിക്ക് ദൈവത്തിൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശിവാനിയുടെ കാര്യം, ദൈവത്തിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു അവള്. അവൾ വിശ്വസിച്ച ദൈവത്തിന് ശരിക്കും ശക്തിയുണ്ടെങ്കിൽ അവൾ എന്താണെന്ന് നിങ്ങളെ ആ ദൈവം കാണിച്ചു തരും. എന്നിട്ട് ഞാൻ സംസാരിക്കാം. ദൈവമേ, എന്റെ ശിവാനി ആരാണെന്ന് ഈ ദുഷ്ട മനുഷ്യനൊന്ന് കാണിച്ചു കൊടുക്ക്. തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സത്യത്തിന്റെ പോരാട്ടം. ദുഷ്ടന്മാർക്ക് ശിക്ഷയുടെ കാലം, ശിഷ്ടന്മാർക്ക് രക്ഷയുടെ കാലം. സജ്ജനങ്ങൾക്ക് ഇത് ശുഭകാലം, ദുർജനങ്ങൾക്ക് കഷ്ടകാലം. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? നിന്റെ ഭാര്യ നല്ലവളാണെന്നല്ലേ? അവളെ ശരിക്കും നോക്കടാ. നീ ശരിക്കും അവളെ കണ്ണു തുറന്നു നോക്ക്. കണ്ടോടാ അവളുടെ രൂപം കണ്ടോ നീ? ഇനി പറ, ആരാണ് ശരി, ആരാണ് തെറ്റെന്ന്? ഇവള് ജീവിച്ച ഞാനും നീയും നമ്മുടെ കുടുംബത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവള് ജീവനോടെ തിരിച്ചു വരരുത്.
അച്ഛ വേണ്ട അച്ഛ, പ്ലീസ് അച്ഛ, ഞാൻ അച്ഛന്റെ മുമ്പിൽ കൈ ഊപ്പി നിൽക്കാം. ത്രിശൂൽ, ഞാൻ കാണുന്നത് നീ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവളുടെ കൺകെട്ട് വിദ്യ. അച്ഛ മാറി നിൽക്കടാ. അച്ഛ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല അച്ഛ. ശിവാനി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛ. എന്റെ ലക്ഷ്യം തടയാൻ നോക്കുന്നു നീ. അച്ഛനായാലും മകനായാലും ശത്രു തന്നെയാ. ആദ്യം നിന്നെ കൊല്ലാം, എന്നിട്ട് ഞാൻ അവളെ കൊന്നോളാം. മാറാ. ദിഗ്വിജയ, ശിവാനി, എന്താ സംഭവിക്കുന്നത്? എന്താ ഇങ്ങനൊരു മാറ്റം? മാറ്റമല്ല വീണ, പുതിയൊരു തുടക്കം ഉണ്ടായി എന്നതിന് പ്രകൃതിയുടെ സൂചന. പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോ? വേദനയ്ക്കും നൊമ്പരത്തിനും മേലെയാണ് പ്രണയം. സകല ലോകങ്ങളും താണ്ടുന്നതാണ് പ്രണയം. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും മേലെയാണ് പ്രണയം. അതിലുപരി രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് പ്രണയം. ഇവിടെ ആ പ്രണയത്തിന് പ്രകൃതി ദേവിയുടെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞു. അതിന്റെ സൂചനയാണ് ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അജിത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അജിത്. എല്ലാം നിനക്ക് മനസ്സിലാകുന്ന ഒരു സമയം വരും. അന്ന് നീ തിരിച്ചറിയും. ഞാൻ പോയിട്ട് വരാം. എന്തായി സംഭവിക്കുന്നത്? അവനാണെങ്കിന്നും പറയുന്നുമില്ല. ഞാനിതിപ്പോ ആരോടാ ചോദിക്കണ്ടേ? നല്ലതുണ്ടാവുന്നു പറയുന്നു. ആർക്ക് നല്ലതുണ്ടാവും? എന്ത് നല്ലതുണ്ടാവുന്ന? ഓം ഹ്രീം ഹ്രൂം ഗം ഹം ദുർഗായേ നമഃ. കൃഷ്ണേ, കൃഷ്ണേ, എന്ത് പറ്റി ദാക്ഷായണി? പൂജക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കിട്ടി, സൂചന ലഭിച്ചു. നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ച നാഗമാണിക്യം ലഭിക്കുവാൻ ഒരു വഴി ലഭിച്ചു. അതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചു. സത്യമാണോ ഈ പറയുന്നത്? അതെ, സത്യമാണ് ഈ പറയുന്നത്. എങ്ങനെ മനസ്സിലായി നിനക്ക്? എന്താണ് മനസ്സിലായത്?
സ്പഷ്ടമായിട്ട് പറയൂ. നാഗലോകത്തിന്റെ പുണ്യമണി നാഗമാണിക്യം ആരായിരുന്നു അപഹരിച്ചത്? അവരുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ദാക്ഷായണി, ഇത് സത്യമാണെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടോ? നാഗമാണിക്യം ഇത്ര വർഷം അവന്റെ കയ്യിലുണ്ടായിട്ടും അവന് മരണമോ? എനിക്ക് ആ സൂചന കിട്ടിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ നാഗമാണിക്യം കൊണ്ടുവരാൻ പോകണം. അങ്ങോട്ട് പോയാൽ ഉടനെ നമുക്ക് നാഗമാണിക്യം കയ്യിൽ ലഭിക്കുമെന്നാണോ? ആ നാഗമാണിക്യം കാണാതായിട്ട് ഇന്നേക്ക് 24 വർഷങ്ങളായിരിക്കുന്നു. അതിന്റെ നാഗപൂർണ ശക്തി കാർക്കോടക അമാവാസിയുടെ പ്രഭാവമുള്ള ഇന്ന് ആ നാഗമാണിക്യം അതിന്റെ സമ്പൂർണ്ണ ശക്തി പുറന്തള്ളുന്നതാണ്. നാഗമാണിക്യം തട്ടിയെടുത്തവൻ അതിന്റെ സമ്പൂർണ്ണ ശക്തി നേടി അമരനാവുന്നതാണ്. മരണമേ ഇല്ലാത്ത ചിരഞ്ജീവിയായി മാറും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതിന് തടസ്സമുണ്ടായിരിക്കുന്നു. അവന്റെ മരണമുണ്ടായിരിക്കുന്നു. ആരാണ് അവനെ കൊന്നതെന്ന് പറയേ. ഇച്ഛാധാരി നാഗങ്ങൾ കൊന്നു. കാഞ്ചനഗിരിയിൽ മഹാപ്രഹരമുണ്ടായിരിക്കുന്നു. അവന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. അവന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം അവനിലെ ഉത്തരങ്ങളും മരിച്ചിട്ടുണ്ടാവില്ലേ? നാഗമാണിക്യം നാഗങ്ങളുടെ കയ്യിൽ എത്തിക്കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്ത് പ്രയോജനമുണ്ടാവാനാ? പ്രയോജനമുണ്ട്. നാഗമാണിക്യം തട്ടിയെടുത്തവനെ വീണ്ടും ജീവിപ്പിച്ചാൽ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് നമുക്കറിയുവാൻ സാധിക്കും. അത് നമ്മുടെ കൈവശമാക്കുവാൻ സാധിക്കും. നമ്മൾ അവിടേക്ക് പോകുന്നതിന് പകരം അവനെ നമ്മുടെ ലോകത്തേക്ക് വിളിച്ചു വരുത്തുന്നതല്ലേ ഉചിതം? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എനിക്കിപ്പോൾ സ്പഷ്ടമാവുന്നുണ്ട്. എന്നുവെച്ചാ നിനക്ക് ഓർമ്മ വന്നോ? എല്ലാ കാര്യങ്ങളും നിനക്ക് ഓർമ്മ വന്നോ? ഓർമ്മ വരാൻ ഞാൻ എന്താണ് മറന്നത് ശിവാനി? മറഞ്ഞു നിന്ന് ആക്രമിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളിൽ എന്റെ അച്ഛനും ഒരാളാണെന്ന് മനസ്സിലായപ്പോ എത്ര വേദന തോന്നുന്നു പറഞ്ഞറിയിക്കാൻ കഷ്ടമാണ് ശിവാനി. എന്താണ് ഇവൻ ഇതുവരെ പൂർവ്വജന്മത്തിലെ ഒരു ഓർമ്മകളും വരാത്തത്? നാഗമാണിക്യം തട്ടിയെടുത്ത് ആദിശേഷനെ ചതിച്ചു കൊന്നവരിൽ ഒരാളുടെ മരണമാണ് ഉണ്ടായത്. ഞാൻ അവനെ പല രീതിയിലും ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് അവന് പൂർവ്വജന്മത്തിലെ ഒരു കാര്യവും ഓർമ്മ വരാത്തത്? ശത്രു സംഹാരമുണ്ടായി. ഈ മരണത്തോടെ എല്ലാത്തിനും ഉത്തരം ലഭിക്കുമെന്ന് കരുതിയിട്ട് വീണ്ടും അത് മറ്റൊരു ചോദ്യമായോ? ഇവന്റെ മരണത്തിന് ആദിശേഷൻ തന്നെ കാരണമായത് നന്നായി. തെറ്റല്ല, തെറ്റേ അല്ല. എന്റെ ഭാര്യയെ, സ്വന്തം മരുമകളെയും കൊച്ചുമകനെയും കൊല്ലാൻ നിന്ന ആളെ കൊന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. മരണം തന്നെയാണ് ഇയാൾക്കുള്ള ശരിയായ ശിക്ഷ. ആ മന്ത്രവാദിയുടെ കൂടെ ചേർന്ന് നിന്നെ ബലി കൊടുക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ടിപ്പോ സ്വയം ബലിയായി തീർന്നില്ലേ? മറ്റൊരാളുടെ ജീവനെടുത്താൽ സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നവർക്കൊക്കെ മരണം തന്നെയാണ് ശിക്ഷ. ഇല്ല, ഇവൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഇവൻ ഈ ഭൂമിയിലെ ഉണ്ടാവാൻ പാടില്ലാത്തവനാ. എല്ലാം തന്നെ പരിസമാപ്തിയായി. വരൂ പോകാം. ഇവിടെ സംഭവിച്ച എന്തായിരിക്കും? പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം എന്തായിരിക്കും? ഒരുപക്ഷെ ആദിശേഷന് അവന്റെ പുനർജന്മം ഓർമ്മ വന്ന് കാണുമോ? മഹാദേവ, നാഗലോകം ഇപ്പോൾ ശാന്തമാണ്. അവസാന നിമിഷത്തിൽ സംഭവിക്കുമെന്ന് കരുതിയ ദുരന്തം ഇപ്പോൾ വഴിമാറി. അവിടെ ശിവാനി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാഗലോകം ഇപ്പോൾ ശാന്തമാണ്. രക്തമഴവില്ലിപ്പോൾ മറഞ്ഞു പോയിരിക്കുന്നു. അതിനർത്ഥം നാഗലോകത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്നാണ്.
എന്നിട്ടുമെന്താണ് നാഗലോകത്തിൽ വിളങ്ങേണ്ട ദിവ്യ നക്ഷത്രം ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്നത്? ഇതിന്റെ അർത്ഥം ഒരു പ്രശ്നം അവസാനിച്ചപ്പോൾ മറ്റൊരു പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. പറയൂ മഹാദേവ, പറഞ്ഞു തരൂ. ഇതിനർത്ഥം ഒരു തവണ നാഗമാണിക്യം മോഷ്ടിച്ചവർ നാഗമാണിക്യം 24 വർഷം പൂജിച്ചുണ്ടാക്കിയ ശക്തി അലിഞ്ഞു പോവില്ലെന്നാണ്. നാഗരാജൻ നാഗമാണിക്യത്തെ നാഗലോകത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ ഈ കഷ്ടപ്പാടും സങ്കടങ്ങളും മുന്നോട്ടു പോകുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇനി വരാൻ പോകുന്ന അപായം എവിടെ നിന്നാണ്, ഏത് രൂപത്തിലാണ്? വീണ്ടും നമ്മുടെ നാഗലോകത്തിനെ നശിപ്പിക്കുന്നവർ എവിടെ നിന്നാണ്? നാഗമാണിക്യം നാഗരാജാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് നാഗലോകത്തേക്ക് കയറുന്നതുവരെ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ മറിയുകയില്ല എന്ന് വെച്ചാൽ ഇനിയും എത്ര നാളത്തേക്കാണ് ഈ സംഘടന? പറയൂ മഹാദേവ, പറയൂ. ത്രിശൂലേ, ശിവാനി, ഇന്നലെ വരെ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇന്നും അവിടെ തന്നെ ആയിരിക്കുമെന്നാ. എന്തായാലും അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഇപ്പൊ സമാധാനായി. എന്തായിട്ടാ രണ്ടാളും ഇത്ര താമസിച്ചു വന്നേ? എന്തായിരുന്നു അവിടെ പരിപാടി? അവര് പോയതേ കാടിനകത്തുള്ള നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാ. അതാണെങ്കിൽ ഒരുപാട് ദൂരെയല്ലേ. അപ്പൊ പിന്നെ വരാൻ താമസിക്കാതിരിക്കുവോ? അല്ലടാ മോനെ തൃശൂൽ. എന്താ ഏട്ടാ കയ്യും വീശും വന്നിരിക്കുന്നേ? പ്രസാദൊന്നും കിട്ടിയില്ലേ? അല്ല മോനെ തൃശൂൽ, അവിടുന്ന് കിട്ടുന്ന കുങ്കുമപ്രസാദം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ? കാരണം അത് നമ്മുടെയൊക്കെ കുടുംബക്ഷേത്ര. അവിടുത്തെ കുങ്കുമപ്രസാദം തൊട്ടാൽ നിന്റെ അമ്മ ദീർഘസുമംഗലിയായി ജീവിക്കും മോനെ. ഭാഗ്യം തരുന്ന അമ്പലാന്ന് മുത്തശ്ശി പറയുന്ന കേട്ടിട്ടുണ്ട്. തൃശൂൽ ഇപ്പോഴാണോ വന്നേ? നിങ്ങൾ അമ്പലത്തിൽ പോയി പൂജയൊക്കെ ഭംഗിയായി നടത്തിയല്ലോ അല്ലേ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അതാ എന്റെ സമാധാനം. ദമയന്തി, എന്തിനാണ് നിനക്ക് ഈ ടെൻഷൻ? എന്തായാലും നിന്റെ മകൻ വന്നില്ലേ? വരാത്തത് എന്റെ മകനാ അല്ലേ മോനെ? ഇത്രയും നേരമായിട്ടും അദ്ദേഹം വരാത്തത് എന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. തൃശൂൽ, നിന്റെ അച്ഛൻ എവിടെയാ? നീ രാത്രി അമ്പലത്തിൽ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് നിന്റെ അച്ഛൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ എനിക്ക് എന്റെ മോനെ കാണണം, എന്നാലേ സമാധാനാവൂന്ന് പറയുന്നതും കേട്ടു.